ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അജയനും ജയനും ദേവയാനി ജാനകിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ അജയൻ പറയുന്നത്, ഞാനൊരു കാര്യം പറയാം എല്ലാവരോടും കൂടി ചേർന്ന്. ഇനി ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദർശിന്റെ മിടുക്ക് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, അജയ അങ്ങനെ പറയരുത്, അജയൻ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ജാനകിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി തർക്കിക്കുകയാണ്. അല്ലെങ്കിലും ഏടത്തി പറയുന്നത് ശരിയാണ്, എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം എന്റെ മകന്റെ കഴിവ് എനിക്കറിയാമല്ലോ, അവന്റെ കഴിവും കൂടി ഇതിന്റെ കൂടെ പറയണമല്ലോ എന്ന്. അപ്പം ജയൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാതെ നമുക്കിപ്പം AM ജ്വല്ലറിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കണം, അതല്ലേ ചെയ്യേണ്ടത്. നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി ഇന്നത്തെ കോമ്പറ്റീഷനിൽ ജയിക്കണം. അതിനാ നമ്മൾ ഇവിടെ സത്യം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഉള്ളവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പാവം ആവന്തിക മോളാണ് രാവിലെ മുതൽ പ്രാർത്ഥനയാ. അതെ അതെ, അവള് പ്രാർത്ഥിക്കും. കാരണം ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനി ജയിക്കാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് അവന്തിക മോള് തന്നെയായിരിക്കുന്നു. അപ്പോഴത്തേക്കും അത് അവന് മനസ്സിലാവത്തില്ലല്ലോ എന്ന് ജാനകിയും പറഞ്ഞു. അപ്പൊ നമ്മുടെ ജയം പറയുന്നുണ്ട്, ഏതാണെങ്കിലും എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഇന്നാണ് അവന്റെ ഭാവി നിർണയിക്കുന്ന ദിവസം. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കോമ്പറ്റീഷനിൽ ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് MD സ്ഥാനം തുടരണം. അങ്ങനെ തന്നെയാ വേണ്ടത്. പിന്നെ ആദർശിന്റെ തിരിച്ചുവരവ് നമ്മൾ ഇനി പ്രതീക്ഷിക്കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം ശരിയാ ജയേട്ടൻ പറയുന്നത്, ആദർശിന്റെ തിരിച്ചുവരവ് ഇനി പ്രതീക്ഷിക്കണ്ട. പക്ഷേ MD ആയിട്ട് അനി തന്നെ ഇരിക്കുന്നത് ആദർശിന് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അവന്റെ മനസ്സിൽ കുശുമ്പോ കുന്നായ്മയൊന്നുമില്ല. അവന് അഭിമാനമാണ് അനി MD ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ ആദർശിനെ അച്ഛൻ തിരിച്ചു വിളിച്ചാൽ മതി എന്ന് എനിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. ഈ സമയത്ത് പൂജാമുറി ഭയങ്കര പ്രാർത്ഥനയായിട്ട് ഇരിക്കാൻ കേട്ടോ, മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്ന്. അങ്ങനെ വിഘ്നേശ്വരന്റെ മുമ്പിലെ കൈകൂപ്പി പിടിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും. ഇതിൽ ഈ സമയത്ത് മുത്തശ്ശി പറയാ, ഇദ്ദേഹം ഒരുപാട് ആദ്യം എടുക്കരുത് കേട്ടോ, ഇങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ച് ആദ്യം മനസ്സിൽ കൂട്ടരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നല്ല ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോമ്പറ്റീഷന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതാണ് സത്യത്തിൽ നമ്മുടെ ഉയർച്ച നിർണ്ണയിക്കുന്നത്. ഒന്ന് നമ്മൾ ഉയർന്നു വരികയാണ്, അതിന്റെ ബലം കൂട്ടണമെങ്കിൽ ഇത് ജയിച്ചേ മതിയാവത്തുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് നയനമോളുടെ സന്തോഷത്തിന്റെ കാര്യമാണ്. ഇവിടെ നമുക്ക് പരാജയം വന്നാലേ നയനമോളുടെ സൃഷ്ടികൾക്ക് പരാജയം വന്നു എന്ന് അതിന്റെ അർത്ഥം. അത് നയനമോൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. അമ്മയാകാൻ പോകുന്ന അവളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യും. അത് ആരോഗ്യമുള്ള കുഞ്ഞിന് അത് വല്ലാത്തൊരു പ്രശ്നമായി പോകൂലേ. ആരോഗ്യമുള്ള ഒരു കുഞ്ഞല്ലേ ജനിക്കേണ്ടത്. അത് പിന്നെ നമ്മൾ ഇത്രത്തോളം പ്രാർത്ഥിച്ച ഒരു ദിവസം വേറെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞ, അതെ, നമ്മളും മാത്രമല്ല, നമ്മുടെ അതേ അവസ്ഥയിൽ തന്നെയാ ഇവിടെയുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ജയനും അജയനും ദേവയാനിയൊക്കെ. അപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു, ഈ വീട്ടില് നമുക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അതല്ലേ കഷ്ടം. അത് ശരിയാ നീ പറയുന്നത്. സത്യത്തിൽ അഭി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അതെന്തെങ്കിലും ആവട്ടെ, നവ്യ അവൻ ചെയ്ത തെറ്റ് വിശ്വസിക്കാത്തോളം കാലം നമ്മൾ ഇനി അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? ഇദ്ദേഹം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വേണ്ട, അവര് തമ്മിൽ ആദ്യം ഒരു ധാരണയിൽ എത്തട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വീണ്ടും പ്രാർത്ഥിക്കാണ് കേട്ടോ. നമ്മുടെ നയനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി അങ്ങേ അറ്റം വരെ പോയി ദൈവത്തിന്റെ അടുത്ത് ചെന്ന് കാല് പിടിക്കാൻ വേണ്ടി വരെ തയ്യാറായിട്ട് മുത്തച്ഛനും മുത്തശ്ശിയും നിൽക്കുക. ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് നമ്മുടെ നന്ദു ഉണ്ടല്ലോ ചിന്തിക്കുന്നത് അനിയാണ്. അപ്പൊ അനിയെക്കുറിച്ചും അനിയുടെ അത് അവരുടെ പഴയ പ്രണയ കാലത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഓരോന്ന് ഇങ്ങനെ ഓർത്തോർത്ത് എടുക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട് മനസ്സിൽ. ഒരിക്കലും അനിയെ വിട്ടുകൊടുക്കാൻ, അവന്റേക്ക് വിട്ടുകൊടുക്കാൻ മനസ്സ് തയ്യാറാകുന്നില്ലെങ്കിലും വിട്ടുകൊടുത്തേ പറ്റൂ എന്ന് നമ്മുടെ നന്ദുവിനെ അറിയുകയും ചെയ്യാം. ഏതായാലും നന്ദു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള കോൺസ്റ്റബിൾ ഉണ്ടല്ലോ, എപ്പോഴും വരുന്ന ആ കോൺസ്റ്റബിൾ വന്നിട്ട് ഒരു സല്യൂട്ടൊക്കെ അടിച്ചിട്ട്, മേഡം, ആ കോളനിയിൽ ഒരു പ്രശ്നമുണ്ട്. കോളനിയിലെ പ്രശ്നം ഉണ്ടെങ്കിലേ അവിടേക്ക് പോകണം. എല്ലാത്തിനും ഞാൻ എസ്കോട്ട് വരേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ മേഡം, കുറച്ച് ക്രിമിനൽസ് ഉണ്ട് മേഡം. ഓ അതെ, ക്രിമിനൽസിനെ നേരിടാൻ വനിതാ SI. നാണമില്ലല്ലോ, ബാക്കി എല്ലാവർക്കും പേടിയാ. അവിടെ വന്നു കഴിഞ്ഞാലും മാറി നിൽക്കത്തല്ലേ ഉള്ളൂ. ഞാൻ എല്ലാത്തിനെയും അടിച്ചു വീഴ്ത്തിക്കോണം. അവന്മാര് പ്രശ്നക്കാരാന്ന് പറഞ്ഞ് എന്നെ തടയാനല്ലേ നിങ്ങൾ നോക്കത്തുള്ളൂ. ചില സമയത്ത് പോലീസ് ആണെങ്കിലും ഗുണ്ടകളെയൊക്കെ നേരിടുമ്പം പോറലൊക്കെ പറ്റിന്നൊക്കെ ഇരിക്കും ശരീരത്ത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അതൊക്കെ അറിഞ്ഞോണ്ടല്ലേ ഈ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങോട്ട് കയറി വന്നത്. അത് പിന്നെ മേഡം, എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം മേഡം. എന്നാ പിന്നെ പോയിട്ട് വാ.
എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് വിടുകയാണ് കേട്ടോ. സത്യത്തിൽ ഉള്ളിൽ വേറെ കലിയൊക്കെയാണ്. അപ്പൊ നമ്മുടെ നവീൻ വന്നു. നവീൻ വന്നിട്ട് എന്താ എന്താ പറ്റിയത്? അത് പിന്നെ എന്റെ പൊന്നു നവീനേട്ടാ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെയും കൂട്ടിയേ പോകത്തുള്ളൂ. ഞാൻ പോവേണ്ടടുത്ത് അവര് പറയാതെ തന്നെ ഞാൻ പോകുന്നുണ്ട്. ഇനി എനിക്ക് പറ്റത്തില്ല. ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലേ കൈയും കെട്ടി നോക്കി നിൽക്കും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും പോകണ്ട ചെയ്യണ്ട എന്ന് പറഞ്ഞ് എന്നെ തടയും. എന്നാലും അവര് വരത്തില്ല. അല്ല എന്തു പറ്റി നവീനേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത്? ഇരിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ നന്ദു നവീനോട് ഇങ്ങനെ ഇരുത്താണ് കേട്ടോ. ഇരുത്തല്ല, പിടിച്ചിരുത്തൊന്നുമല്ല, നവീൻ ഇരിക്കുകയാണ്. അപ്പൊ നവീൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ ഈ വഴിക്ക് പോയപ്പോ കേറിയെന്നേ ഉള്ളൂ. അല്ല പിന്നെ അനിയുടെ എൻഗേജ്മെന്റിന് നന്ദു വരുന്നില്ലേ? അത് പിന്നെ ഞാൻ മിക്കവാറും വരത്തില്ല. അതെന്താ, എന്തു പറ്റി? സൺഡേ ആണല്ലോ, അന്ന് ലീവില്ലേ? അത് പിന്നെ സൺഡേ ഞങ്ങൾക്ക് ലീവ് ഇല്ല നവീനേട്ടാ. അല്ല എന്നാലും ഒരു ലീവ് എടുത്തൂടെ? കുടുംബത്തിലൊരാളുടെ വിവാഹമല്ലേ. അത് പിന്നെ ഇല്ല നവീനേട്ടാ, ഞാൻ വരുന്നില്ല. അല്ല അനിയുടെ നിശ്ചയം നടക്കുന്നതിന് നന്ദുവിന് നല്ല നിരാശയുണ്ടെന്ന് തോന്നുന്നല്ലോ. ഏയ് നിരാശയോ? എനിക്ക് എന്തിനു നിരാശ? എനിക്ക് നിരാശയൊന്നുമില്ല. അല്ല പക്ഷെ മുഖം കണ്ടിട്ട് നിരാശ പോലെ തോന്നുവാ. അത് പിന്നെ ഇന്നൊരു ഡിസൈൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടേ, ഇന്റർനാഷണൽ ഫെസ്റ്റിവലാ. ഓ ഞാനത് പത്രത്തിൽ വായിച്ചായിരുന്നു നന്ദു, വലിയ പരസ്യമാണല്ലോ കൊടുത്തിരിക്കുന്നത്. അതിന് നയനേച്ചി അവിടെ പോയിട്ടുണ്ട്. നയനേച്ചി പങ്കെടുക്കുന്നുണ്ട്. നയനാസ് കളക്ഷൻസ് ഒന്നാമത് എത്തിയാലേ അത് മൂർത്തീസ് ജ്വല്ലറിക്ക് ഒരു മുതൽക്കൂട്ടാകും. അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് എനിക്ക്. തന്റെ ചേച്ചി ആർട്ടിന്റെ ഉസ്താദല്ലേ, പിന്നെ ഭയക്കാനുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാലും അങ്ങനെയല്ല നവീനേട്ടാ, ഇത് കുറച്ച് ഹൈ കോമ്പറ്റീഷൻ തന്നെയാ. അതൊക്കെ നയനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നേ. അതിന്റെ ടെൻഷനാണോ നന്ദുവിന്റെ ഈ മുഖത്ത് കാണുന്നത്? അതെ, ചെറിയൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ വീട്ടിലാകെ പ്രശ്നമാണ് നന്ദു. എനിക്ക് വയ്യ. അല്ല എന്താ പറ്റിയത്? അല്ല അനിയുടെ ഇനി നടക്കാൻ പോകുന്ന രണ്ടാമത്തെ കല്യാണമാണല്ലോ. ഇതുവരെ ഞാനൊരു കല്യാണം കഴിച്ചില്ല എന്ന് പറഞ്ഞ അമ്മ ഒരേ വഴക്ക, സമാധാനം തരത്തില്ല. ആദർശും അനി അഭി എല്ലാം വിവാഹിതരായല്ലോ, എന്നിട്ടും ഞാൻ ഇതുവരെ കല്യാണത്തിന് സമ്മതം മൂളിയിട്ടില്ല അത്രേ. എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു തരാൻ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ കല്യാണത്തിന് പച്ചക്കൊടി കാണിക്കത്തുള്ളൂ. പെണ്ണാരാണെന്ന് അമ്മയോട് പറഞ്ഞോ? പെണ്ണാരാണെന്ന് അമ്മയോടും പറഞ്ഞിട്ടില്ല, പെണ്ണിനോടും പറഞ്ഞിട്ടില്ല. ഒരു പോലീസ് ഓഫീസർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എന്നെ ഫയർ ചെയ്യായിരുന്നു. ഓ കുറച്ചു നാള് ഈ സമരം മുന്നോട്ടേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിയുമ്പോൾ അമ്മ തന്നെ പറയും ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. ആ സ്പോട്ടിൽ തന്നെ ഞാൻ ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ട് അവളുടെ അച്ഛനും അമ്മയായിട്ട് സീരിയസ് ആയിട്ട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കും. എന്നിട്ട് ഞങ്ങളുടെ വിവാഹം നടത്തും. അല്ല ഈ പെൺകുട്ടിക്ക് നവീനേട്ടന്റെ ഇഷ്ടം അറിയത്തില്ലെന്നല്ലേ നവീനേട്ടൻ പറഞ്ഞത്? അറിയൂല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. ആ പെൺകുട്ടി നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്റെ സംസാരത്തിൽ നിന്ന് കുറച്ച് ഹിന്റൊക്കെ അവൾക്ക് കിട്ടി കാണുമെന്നാണ് എന്റെ വിശ്വാസം. ആദ്യം ആ പെൺകുട്ടിയോട് സ്വന്തം ഇഷ്ടം തുറന്നു പറ. അവൾ ഓക്കെ ആണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ നവീനേട്ടാ. അത് പലപ്പോഴും പറയണമെന്നും പറഞ്ഞ അരികിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ അതിനുള്ള ധൈര്യം പോരെ എനിക്ക്. അതാ. അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ. നന്ദുവിന്റെ മനസ്സിൽ ആരെങ്കിലും ഉള്ളത് കൊണ്ടാണോ നന്ദു കല്യാണം വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്? അതോ? ഏയ് അത് അങ്ങനെയൊന്നുമല്ല. എനിക്ക് കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ല നവീനേട്ടാ. അതുകൊണ്ടാ എന്റെ പ്രൊഫഷനും കല്യാണവും തമ്മിൽ ഒത്തുപോകത്തില്ല. അത് നന്ദു എന്താ അങ്ങനെ പറയുന്നത്? പോലീസുകാരും വിവാഹം കഴിക്കുന്നില്ലേ? തന്നെ പോലെയുള്ളവർ എത്ര പേര് കല്യാണം കഴിക്കുന്നുണ്ട്? എന്നെ പോലെയുള്ളവർ കല്യാണം കഴിക്കുന്നുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പറഞ്ഞതൊന്നുമല്ല. എന്റെ സ്വഭാവം ഒരുമാതിരിപ്പെട്ട പയ്യന്മാർക്കൊന്നും പിടിക്കത്തില്ല, മുന്നോട്ടേക്ക് പോകത്തില്ല ഒരുമിച്ച്. പിന്നെ മുഖം നോക്കാതെ നിയമം നടപ്പിലാക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഭീഷണി ചുറ്റും ഒരുപാടുണ്ട്. അങ്ങനെയുള്ളപ്പോ ഒറ്റത്തരിയായിട്ട് ജീവിക്കുന്നതല്ലേ നല്ലത്. അതായിരിക്കും എനിക്കും എന്റെ വീട്ടുകാർക്കും ഒക്കെ നല്ലത്. അല്ല ഇത്രയും നാളുമായിട്ടും നന്ദുവിന് ആരോടും പ്രണയമൊന്നും തോന്നിയിട്ടില്ലേ? ഏയ് ഇല്ല, പ്രണയമൊന്നും തോന്നിയിട്ടില്ല. പ്രണയിക്കാൻ പറ്റിയ ആരെയും സത്യം പറഞ്ഞ ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല. അതാണ് വാസ്തവം. ഇനി ചിലപ്പം നാളെ എങ്ങനെ കാണുമായിരിക്കും കേട്ടോ. കണ്ടാ പ്രണയിക്കും. എന്തായാലും ഈ ജീവിതത്തിൽ ഞാൻ തൃപ്തിയാണ്. എനിക്ക് പ്രണയിക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നോ ഒന്നും ഒരു ആഗ്രഹമില്ല. അല്ല എന്താ ചിന്തിക്കുന്നത് നവീനേട്ടൻ? ഏയ് ഞാൻ ചിന്തിച്ചത് എന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നവീനേട്ടന്? പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ച് വല്ലതുമാണോ പറയാനുള്ളത്? എങ്കിൽ പറഞ്ഞോ. പ്രേമിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയണമെന്നൊക്കെ ഉണ്ട്. പിന്നെ ഒരിക്കലാകട്ടെ നന്ദു, അത് ഞാൻ പറയാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, വെറുതെ കയറിയതാന്നേ ഇതിലേ കൂടെ പോയപ്പോ. അപ്പൊ പോവാ നവീനേട്ടൻ? പോവാ, കുറച്ച് തിരക്കുണ്ട്. അല്ല എന്താ നീ പുറത്തേക്ക് വരുന്നുണ്ടോ? ഇല്ല നവീനേട്ടാ, ചേച്ചിയുടെ ആ കോമ്പറ്റീഷൻ കഴിയുന്നത് വരെ എനിക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ കഴിയത്തില്ല.
എന്നാ പിന്നെ ചേച്ചി വിജയശ്രീ ലാളിതയായിട്ട് തിരിച്ചു വരാൻ ഞാൻ പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ശരി നവീനേട്ടാ എന്ന് പറഞ്ഞു. നവീൻ വെളിയിൽ ഇറങ്ങി പോയിട്ടോ. നവീൻ കുറച്ച് പഞ്ചസാരയൊക്കെ അടിക്കാൻ വന്നായിരുന്നു. ഏതായാലും നമ്മുടെ നന്ദുവിന് ഒരു ഹിന്റും കിട്ടിയിട്ടില്ല. നന്ദുവിന് മനസ്സിലായിട്ടില്ല നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ടെന്നും. ഏതായാലും നന്ദുവിന്റെ മനസ്സ് നിറയെ ഇപ്പൊ അനിയനെ കുറിച്ചുള്ള നയനയും ഒക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേണുവും അനാമികയും അതുപോലെ തന്നെ നവീനും കൂടെ തമ്മിൽ സംസാരിക്കുകയാണ്. അങ്ങനെ നിശ്ചയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ നിശ്ചയം ആരും അറിയിക്കാതെയാണ് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക ചോദിക്കുക ഇത് ന്യായമാണോ എന്ന്. അപ്പൊ പറഞ്ഞു ഇത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ഇത് അന്യായമാണ്, എങ്കിലും അവർക്ക് ന്യായം തന്നെയാണ്. പിന്നെ നിശ്ചയം നടത്തിയാല് കല്യാണം നടത്തിയല്ലേ പറ്റത്തുള്ളൂ. നിശ്ചയത്തിന് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം കല്യാണം നടത്തണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം പിരിയണം. പിന്നെ ഈ ഒരു വിവാഹം കൊണ്ട് നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ. കാരണം കല്യാണം പെട്ടെന്ന് നടക്കുകയല്ലേ. നിശ്ചയം നടന്നു കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്ന് അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കല്യാണത്തിന് തടസ്സമാണ് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ചിലപ്പോൾ അവര് പൈസ തരും. പിന്നെ ഈ എൻഗേജ്മെന്റിന് തടസ്സം നിൽക്കാൻ പാടില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞ് വേണം തടസ്സം നിൽക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു പറഞ്ഞു വക്കീൽ സാർ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിക്കാം, അതുപോലെ ചെയ്യാം. പക്ഷേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അല്ല, ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരും ഈ പറയുന്ന നവീൻ സാറിന് ഇഷ്ടമുള്ളവരാണല്ലോ, അവരുടെ ആൾക്കാരാണല്ലോ, അല്ല നവീൻ സാറിന്റെ ആൾക്കാരാണല്ലോ അവരൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങളെ ചതിക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവീൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾ ഈ ഊന്നി സംസാരിക്കുന്നുണ്ടല്ലോ, എങ്കിൽ പിന്നെ നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു പറഞ്ഞു ഏതായാലും ഈ വിവാഹം കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത് നവീൻ സാർ എന്ന് പറഞ്ഞപ്പോ അതെങ്ങനെ എനിക്ക്? അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, ആ നന്ദുവിനെ സാറിന് കിട്ടണമെങ്കിലേ അനിയുടെ വിവാഹം കഴിയണം. അപ്പോഴത്തേക്ക് ഇതെങ്ങനെ നിങ്ങൾക്കറിയാന്ന് നവീൻ ചോദിച്ചപ്പോ അതൊക്കെ ഞങ്ങൾക്കറിയാം. കൂടുതൽ നിങ്ങൾ അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിയെ നിങ്ങൾ മോശമായിട്ട് കാണരുത്. എനിക്ക് ചിലപ്പോൾ അവളോട് ഇഷ്ടം കാണുമായിരിക്കും, തിരിച്ച് ആ നന്ദുവിന് അനിയോട് ഇഷ്ടമില്ല. അവള് എല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപെടുന്ന കൂട്ടത്തില. അതുകൊണ്ട് ഇങ്ങനെ അപവാദം പറഞ്ഞ് ഉണ്ടാക്കുകയൊന്നും ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യമൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പാലിച്ചാൽ നിങ്ങൾക്ക് പൈസ കിട്ടും. അവന്തികയും അനിയുടെ ഇടയും നിശ്ചയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടെ ഉണ്ടാവുന്ന എനിക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ചോദിക്കുന്ന പൈസ അവർ തരും, ഡിവോഴ്സും കിട്ടും. അതാ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവീൻ അങ്ങ് പോയി കേട്ടോ. അപ്പൊ നവീന്റെ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ഇവർ കണ്ടുപിടിച്ചു കേട്ടോ. കാരണം നമ്മുടെ നന്ദുവിന്റെ പുറകെയാണ് നവീൻ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും അതാണൊന്ന് ഭീഷണിപ്പെടുത്തിയത്. ഏതായാലും നവീൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വേണു പറഞ്ഞു നന്ദുവിനെ പറയുന്ന ഒന്നുമേ ഇവന് ഇഷ്ടപ്പെടുന്നില്ല, നന്ദുവിന് വക്കീലിനെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണം പെട്ടെന്ന് നടത്താൻ വേണ്ടി നമ്മുടെ വക്കീൽ നോക്കുന്നത്. നമുക്കും അത് നല്ലതാ, നിശ്ചയം നടക്കട്ടെ. അതിനുശേഷം നഷ്ടപരിഹാര തുക കൂട്ടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാലോ. കിട്ടുന്നത് മേടിച്ചെടുക്കാൻ നോക്കാം. വെറുതെ അത്യാഗ്രഹം എന്തിനാ കാണിക്കുന്നത്? ഏതായാലും നീ ബാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേണു നയനയല്ല സോറി അനാമികം കൊണ്ട് കാർ കയറി അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ നടക്കാൻ കേട്ടോ. കോമ്പറ്റീഷൻ നടക്കുന്നു. അവരെല്ലാവരും ഡിസൈൻ നോക്കിയിട്ട് അത് ജഡ്ജസ് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിന് ഇടയ്ക്കുണ്ടല്ലോ നമ്മുടെ അനിയോട് അഭി പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ അനി, അവൻ മനഃപൂർവ്വം മാറി നിന്നതാ. എന്തിനാണെന്നറിയാമോ? തോക്കും, അത് നന്നായിട്ട് അറിയാം. പിന്നെ നിന്നോട് ആരാട് അഭി പറഞ്ഞു തോക്കുന്ന? നയന കളക്ഷൻ ഏടത്തിയുടെ സൃഷ്ടിയാ, അതുകൊണ്ട് ജയിക്കുക തന്നെ ചെയ്യും. ഇനി നിനക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടോ എന്ന് അനി ഇങ്ങനെ ചോദിച്ചു അഭിയോടൊപ്പം. പറഞ്ഞു എന്തറിയാനാ, വേറൊന്നും അറിയണ്ട, റിസൾട്ട് അറിഞ്ഞാൽ മതിയല്ലോ. അതെന്താ, നീ ജഡ്ജസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അതെന്റെ പണിയൊന്നും അല്ല. ഇന്ന് ഇന്റർനാഷണലില് ഞങ്ങളുടെ പേര് AM ജ്വല്ലറിയുടെ പേര് ഉറപ്പിക്കാൻ പോവാ. അതാ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം നമുക്ക് റിസൾട്ട് നോക്കാം ബേ, എന്നിട്ട് പോരെ നിന്റെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വെല്ലുവിളികൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ഡേവിഡ് ചോദിക്കുന്നുണ്ട് അഭിയോട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഭി പറയുന്നുണ്ട് ഈ തവണ നമ്മൾ തന്നെ ജയിക്കുന്നേ. അവര് ഭയങ്കര ആത്മവിശ്വാസമാണ്. പക്ഷെ മാളു നീ തന്നെ ജയിക്കുന്ന. അപ്പൊ നമ്മുടെ നയന അനിയോട് ചോദിച്ചു എന്താടാ അവൻ പറഞ്ഞത്? വെല്ലുവിളി നടത്തും, അവൻ വിജയിച്ച പോലെയാ അവന്റെ സംസാരം. ഈ ഒരു സമയത്ത് അനൗൺസ്മെന്റ് ചെയ്യാണ്, വേറൊന്നുമല്ല റിസൾട്ട്. ഏതായാലും ഈ റിസൾട്ട് കേട്ട് ഞെട്ടൂല്ലോ. അങ്ങനെ റിസൾട്ട് വേറൊന്നുമല്ല, നമ്മുടെ നയന കളക്ഷൻസ് തന്നെയാണ് ഫസ്റ്റ് ഒന്നാമത് എത്തിയിരിക്കുന്നത്. ഇത് ലൈവ് ആയിട്ടിരുന്ന അനന്തപുരിക്കാരും കാണുന്നുണ്ട്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അഭിക്ക് തുടങ്ങിയില്ലേ ദേഷ്യം, നമ്മുടെ നദിക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഏതായാലും ഈ ഒരു അവാർഡ് നമ്മുടെ നയനയും അനിയും കൂടി ഏറ്റുമേടിക്കുന്നത് കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.